അനന്തകൃഷ്ണൻ കൂടി ചേരുന്നു വിവരങ്ങളുമായി. അനന്തൻ, കേരളത്തിലടക്കമുള്ള നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ, പാങ്ങോട് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ വളരെ ജാഗ്രതയിലാണ്, രാജ്യത്തുടനീളം ജാഗ്രതയിലാണ്. എങ്ങനെയാണ് കേരളത്തിലടക്കം ഇപ്പോൾ എടുക്കുന്ന നടപടികൾ? ദിവിഷ, അഹങ്കാരത്തിന് തിരിച്ചടി മാത്രമാണ് മറുപടി എന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ്. അതാണിപ്പോൾ ഈ രാത്രിയിൽ ലാഹോറിൽ സംഭവിക്കുന്നത്. ലാഹോറിൽ കടന്ന് നമ്മളുടെ ഡ്രോണുകൾ തിരിച്ചടിക്കുകയാണ്. അത് എന്തിൻ്റെ തിരിച്ചടിയാണ്? ഈ ഇരുട്ടിൻ്റെ മറവിൽ ശത്രുക്കൾ നമ്മളുടെ ആകാശത്തേക്ക് കടന്നു വന്ന് നമ്മുടെ നഗരങ്ങളെ ആക്രമിക്കാൻ, നമ്മളുടെ കിലോമീറ്ററുകൾ നീണ്ട അതിർത്തികളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ ആക്രമിക്കാൻ വന്ന ഒരൊറ്റ ഡ്രോണുകളെയും ഒരൊറ്റ വ്യോമസേനയുടെ വിമാനങ്ങളെയും നിലത്തിറക്കാൻ, പാകിസ്ഥാൻ വിമാനങ്ങൾ നിലത്തിറക്കാൻ ഇന്ത്യ സമ്മതിച്ചില്ല. നമ്മളുടെ S-400 സുദർശനം കവചം അത് ശക്തമായി തന്നെ അതിനെ പ്രതിരോധിച്ചു. തൊട്ടു പിന്നാലെ ഇന്ത്യ ഇപ്പോൾ ലാഹോറിൽ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ ലാഹോറിലേക്ക് ഇന്ത്യൻ ഡ്രോണുകൾ കടന്നു കയറി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നു, വീണ്ടും തിരിച്ചടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറാകുന്നു, അതും ഇരുട്ടിൻ്റെ മറവിൽ നമ്മളുടെ അതിർത്തികൾ. അതുകൊണ്ട് തന്നെ രാജ്യമുടനീളം ഒരു ജാഗ്രതയിലേക്ക് പോവുകയാണ്. നമ്മളുടെ എല്ലാ അതിർത്തികളും കടക്കാൻ പാകിസ്ഥാനുള്ള ശ്രമം അത് വിഫലമാവുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രാത്രിയിൽ പാക് പട്ടാളത്തിൻ്റെ വക്താവ് ഷെരീഫ് ചൗധരിക്ക് മൈക്കിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ വിലപിക്കേണ്ടി വന്നത്. ഞങ്ങളുടെ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണിരിക്കുന്നു എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്നത്. എന്തിനാണ് ഈ രാത്രിയിൽ നിങ്ങൾ ആക്രമിക്കാൻ വന്നത്? അതിന് ഇവിടെ നിന്ന് മറുപടി കിട്ടുമെന്ന്, ചുട്ട മറുപടി കിട്ടുമെന്ന് ഇതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ ഇന്ത്യ കാണിച്ചു തന്നതാണ്. ഇങ്ങോട്ട് വന്നാൽ, ഞങ്ങളുടെ ജനങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവേറ്റാൽ അവിടെ വന്ന് ഞങ്ങൾ തിരിച്ചടിക്കും, നിങ്ങളുടെ നഗരങ്ങളിൽ ഞങ്ങൾ വന്ന് തിരിച്ചടിക്കും എന്ന് ഒരു സാധാരണ പൗരനെ പോലും നോവിക്കാതെ ഇന്ത്യ ഇന്ന് പകൽ കാണിച്ചു കൊടുത്തതാണ് ഡ്രോണുകളെ വിവിധ സിറ്റികളിലേക്ക്, പാക് സിറ്റികളിലേക്ക് വിട്ടുകൊണ്ട്. എന്നിട്ടും അവർ അടങ്ങിയില്ല. രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ നമ്മളെ ആക്രമിക്കാൻ ഡ്രോണുകളും വിമാനങ്ങളുമായി വന്നു. പക്ഷേ S-400 നമ്മളുടെ സുദർശന കവചം ഒന്നിനൊന്ന് മെച്ചമായി ഒരു വിമാനത്തെ പോലും താഴെ ഇറക്കാതെ അതിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ പറയുന്നു, വിലപിക്കുന്നു, ഞങ്ങളുടെ 2 പോർവിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണിരിക്കുന്നു എന്ന്. ആ മറുപടി തന്നെ ഒരു പരാജയത്തിൻ്റെ സൂചനയാണ്. ഏതായാലും ഇരുട്ടിൻ്റെ മറവിലുള്ള ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇന്ത്യയുടെ അതിർത്തികളിൽ നിന്നും വരുന്നത്. നമ്മളുടെ അതിർത്തി സുസജ്ജമാണ്, നമ്മളുടെ അതിർത്തി സുരക്ഷിതമാണ്. ഈ രാത്രിയിലും നമ്മളുടെ ഇന്ത്യൻ സേന നമ്മളുടെ ഇന്ത്യൻ ജനതയോട് പറയുന്നത്, നിങ്ങൾ സുഖമായി ഉറങ്ങിക്കൊള്ളൂ, ഈ സംഘർഷത്തെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളിതാ സുദർശന കവചവുമായി അതിരുകൾ കാക്കുന്നുണ്ട്, ഒരു ശത്രുവിൻ്റെ വിമാനം പോലും ഈ മണ്ണിലേക്ക്, ഈ വ്യോമയാന മേഖലയിലേക്ക്, ഈ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വരില്ല എന്ന് മുന്നറിയിപ്പ് തരികയാണ് നമ്മളുടെ സൈന്യം. അത് കാണിച്ചു തരികയാണ്. ഓരോ ഡ്രോണുകളെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആകാശത്ത്, നമ്മളുടെ ആകാശത്ത് പാകിസ്ഥാന്റെ ഓരോ ഡ്രോണുകളായി തകർന്ന് താഴേക്ക് വീഴുന്നത്, വിമാനങ്ങൾ താഴേക്ക് വീഴുന്നത്. അപ്പോൾ അത്ര സുശക്തമായ ഒരു സേനാവിന്യാസം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിർത്തിയിൽ. മാത്രമല്ല, ഈ തിരിച്ചടി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത്തരമൊരു മണ്ടത്തരത്തിന് പാകിസ്ഥാൻ പോകുമോ എന്നുള്ളത് പിന്നെയും ഈ രാജ്യം ചിന്തിച്ചതാണ്. എങ്കിലും അത് പാകിസ്ഥാനാണ്. അവർ രാത്രിയിൽ നമ്മളുടെ ഇരുട്ടിൻ്റെ മറവിൽ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരും എന്ന് നമുക്ക് തീർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സജ്ജമായ ഒരു പ്രതിരോധ കവചം നമുക്ക് ഒരുക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് നമ്മളുടെ നഗരങ്ങളെ ആക്രമിക്കാൻ പറ്റാതെ തോറ്റ് പിന്തിരിഞ്ഞോടേണ്ടി വന്നത്. ഡ്രോണുകളുടെ കൂട്ടമാണ് ജമ്മുവിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ പാഞ്ഞു വന്നത്. പക്ഷേ വന്ന വേഗതയിൽ തന്നെ അതെല്ലാം ആകാശത്ത് തന്നെ തകർന്ന് വീഴേണ്ടി വന്നു. അത് പാകിസ്ഥാന്റെ പരാജയമാണ് ഈ രാത്രിയിലും സംഭവിക്കുന്നത്.